നമ്മുടെ കോവയ്ക്കയുടെ ഗുണങ്ങൾ അറിയാത്തവരെ എനിക്ക് തോന്നുന്നു ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു അല്ലെ. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ, അതുപോലെ തന്നെ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ, അതുപോലെ ഇത് ഒത്തിരി പ്രോട്ടീൻ, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുള്ള നമ്മുടെ ഈ കോവയ്ക്ക നമ്മുടെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗമാക്കണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ശരിക്കും ഇതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇത് പച്ചക്കായാലും വെറുതെ കഴിച്ചു പോകും. ഇത് സാലഡായിട്ട് പച്ചക്ക് അരിഞ്ഞ് ഇതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് നമുക്ക് ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുമ്പോഴോ ചുമ്മാ കഴിക്കാനും ഏറ്റവും നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഇത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ്. ഇത് എല്ലാ വീടുകളിലും ഇപ്പം ഉണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കമ്പ് കൊണ്ടൊന്ന് നട്ടാൽ മതി. അതിങ്ങനെ ഒരു പടർത്തി വിടാവുന്ന രീതിയിൽ ഒരു വേലിമയോ അല്ലെങ്കിൽ ഒരു പന്തലിലോ ഇട്ട് കഴിഞ്ഞാൽ ഏത് സമയത്തും നമുക്കൊരു 3 ദിവസം കൂടുമ്പോൾ നമുക്ക് പറിച്ചെടുത്താൽ കിട്ടുന്ന അത്രയും എപ്പോഴും ഏത് കാലാവസ്ഥയിലും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. മഴക്കാലത്ത് കുറച്ച് കുറയുന്നു തോന്നും. ഏത് സമയത്തും കിട്ടുന്ന ഈ ഒരു കോവയ്ക്ക പല രീതിയിൽ റെസിപ്പി ഉണ്ട് കേട്ടോ. നമുക്ക് ചിലപ്പോൾ അത് മടുപ്പ് തോന്നും, ഈ ഉണ്ടാക്കുന്നത് പോലെ തന്നെ എപ്പോഴും ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. അതുപോലെ കോവയ്ക്കയുടെ ഗുണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. കോവയ്ക്ക ഒന്ന് നന്നായിട്ട് കഴുകി അതിൻ്റെ അറ്റവും 2 അറ്റവും ഒന്ന് വേണമെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് 4ആയിട്ട് മുറിച്ച് എത്ര ചെറുതാക്കാവുന്നോ അത്രയും ചെറുതാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നു. അതിനുശേഷം അതേ വലുപ്പത്തിൽ തന്നെ ഒരു മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഞാൻ ഉപയോഗിക്കുന്നത്. പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിന് അളവിനെടുക്കുക. ഞാനിവിടെ കുറച്ച് കാന്താരി മുളക് ഉള്ളതുകൊണ്ട് കാന്താരി ഒരു 5-6 എണ്ണം എടുത്തിട്ടുണ്ട്. അത് എരിവനുസരിച്ച് നമുക്ക് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ ചുരുക്കിയതാണ്. തേങ്ങയും കൂടി ഇതിനകത്ത് ഇട്ടാലാണ് അത് പ്രത്യേക ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമുക്ക് നല്ലൊരു കുറച്ച് വേപ്പില വേണം. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒരു ബോളിലേക്ക് ഇട്ടിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുവേണ്ടി കോവയ്ക്കയും സവാളയും അതുപോലെ പച്ചമുളകും തേങ്ങയും വേപ്പിലയും ഇടുക. ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തിരുമുന്നതാണ് ഏറ്റവും നല്ലത്. കൈ കൊണ്ട് തിരുമാൻ ഇപ്പം ഞാൻ കാണിക്കുന്നത് സ്പൂണും കൊണ്ട് നന്നായിട്ട് ഇളക്കി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഞാൻ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് അത് ഇഷ്ടമെന്ന് വെച്ചാൽ ആ ഓയിൽ ഉപയോഗിക്കാം. ആ വെളിച്ചെണ്ണ കുറച്ച് മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കടുക് മാത്രം അതിനകത്ത് പൊട്ടിക്കാനുള്ള വെളിച്ചെണ്ണ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുകിടുക, പിന്നെ അതിനകത്തേക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 1/2 സ്പൂൺ ഉഴുന്നുപരിപ്പ്. നിങ്ങൾ അത് ഇട്ട് നോക്കട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്തൊരു സാധനം കൂടി മിസ്സായിട്ടുണ്ട്. ഉണക്കമുളകാണ്. 2 ഉണക്കമുളകും കൂടി കീറിയിട്ടാലും അല്ലെങ്കിൽ മുറിച്ചിട്ടാലും നല്ലതാണ്. എൻ്റെ ഉപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. അതും കൂടി ഇട്ട് ഒന്ന് പെട്ടെന്നൊന്ന് അത് ചൂടായി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ സെറ്റാക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക മിക്സ് അതിനകത്തേക്ക് ഇടാം. എന്നിട്ട് തീ ഒന്ന് കൂട്ടിയിട്ട് നന്നായിട്ട് അതൊന്ന് ചൂടായെന്ന് കണ്ടാൽ, ഇളക്കി എല്ലായിടത്തും ചൂടായെന്ന് കണ്ടാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ കുറച്ചിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടുണ്ട്, എന്നാലും നമ്മൾ ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കാം. എന്നിട്ട് ഇത് അധികം വെന്തും പോകരുത്, അധികം എന്താ പറയുക ഒരു പച്ച ഇത് മാറുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ നിങ്ങളൊന്ന് എടുത്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. നല്ല ടേസ്റ്റാണ്. എല്ലാം കൂടി തേങ്ങയും അതും എല്ലാം കൂടി കിടന്ന് സവാള എല്ലാം കൂടി അത് വെന്തതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും. ഇത് വെറുതെ നമുക്ക് ചോറ് ഒഴിവാക്കിയിട്ട് ഒരു നേരം കോവയ്ക്ക ഇതേപോലെ തോരൻ വെച്ച് കഴിക്കുകയാണെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ കഴിച്ചോളൂ. അത് പച്ചക്ക് കഴിച്ചാലും നല്ലതാണ്, കറി വെച്ച് കഴിച്ചാലും നല്ലതാണ്. പക്ഷെ കോവയ്ക്ക ഏറ്റവും നല്ലൊരു വെജിറ്റബിളാണ്. നമ്മുടെ എല്ലാ ദിവസത്തെ ഭക്ഷണത്തിൻ്റെ കൂടെയും നമ്മുടെ ഈ ഒരു കോവയ്ക്ക നിങ്ങൾ ഉൾപ്പെടുത്തുക. അത്രയധികം ഗുണങ്ങൾ കോവയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഈ റെസിപ്പിയും ഈ വിശേഷങ്ങളും ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.